ഹായ് ഫ്രണ്ട്സ്, R4Aയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യയുടെ സെപ്റ്റംബർ ക്വാർട്ടറിലെ GDP ഡാറ്റ പുറത്തു വന്ന ദിവസമാണ്. മാർക്കറ്റ് അവറിന് ശേഷമാണ് ഡാറ്റ പുറത്തു വന്നത്. അപ്പോൾ GDP ഗ്രോത്ത് റേറ്റ് 5.4% ആണ്. ഇത് യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റിനെ മിസ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു GDP ഗ്രോത്ത് റേറ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 8.1% ആയിരുന്നു GDP ഗ്രോത്ത് റേറ്റ്. അതുപോലെ കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അത് 6.7% ആയിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും അത് കൃത്യമായിട്ടും താഴോട്ടേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള പുവർ പെർഫോമൻസ് ആണ് ഈ GDP താഴോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ കമ്പനികളുടെ ഈ Q2 ഏർണിങ്സ് ഗ്രോത്തിൽ നമ്മൾ ഈ ഒരു ഇടിവ് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ GDP തീർച്ചയായിട്ടും താഴോട്ടേക്ക് വരുമെന്ന ഒരു നിഗമനത്തിൽ പൊതുവെ മാർക്കറ്റ് എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ GDP ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു ക്രാഷ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി അതിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര നാളും പെർഫോം ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ആ ഒരു ഏർണിംഗ് ഗ്രോത്തിലുണ്ടായ ഇടിവാണെന്നാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിന്നുള്ള പല അനാലിസിസിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു GDP ഡാറ്റ ഈവൻ മാർക്കറ്റ് അവറിൽ വന്നാൽ പോലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിനെ അത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് നല്ല സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 4000 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് അവർ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിലുള്ള ബൈങ് ആണ് ഇന്ന് നടത്തിയത്. 5723 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നല്ലൊരു ബൈങ് ഇവിടെ നടത്തി. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ആ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസിൽ ഇന്നലെ ഉണ്ടായ IT സെക്ടറിലുള്ള ആ ഒരു ഇടിവ് അത് തിരിച്ചു വന്നിട്ടില്ല. IT സെക്ടർ റിക്കവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫാർമ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ 2% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവ് ആ മൊത്തം ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയും. ഫാർമ സെക്ടറിലുള്ള 20ഓളം കമ്പനികളിൽ 18ഓളം കമ്പനികളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്നത്തെ ഒരു നിഫ്റ്റി 50 റാലിയെ നയിച്ചത് ഭാരതി എയർടെൽ, സൺഫാർമ, സിപ്ല, അതേപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയൊക്കെയാണ് നിഫ്റ്റിയെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 750 സ്റ്റോക്കുകളിൽ 471 സ്റ്റോക്കുകളിൽ നിന്ന് അഡ്വാൻസ് ചെയ്തിരുന്നു. 278 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് അദാനി ഗ്രീൻ ആണ്. 20% ഒരു വമ്പിച്ച മൂവാണ് അദാനി ഗ്രീനിൽ നിന്നുണ്ടായത്. കൂടാതെ അദാനി എനർജി സൊല്യൂഷനിൽ 13% മൂവ് ഉണ്ടായി. അതുപോലെ പിരമൽ ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്കിൽ 10% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ ഈസ്മൈ ട്രിപ്പിൽ 10% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ FACTയിൽ 10% കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടായി. അതുപോലെ മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷനിൽ 10% മൂവ് ഉണ്ടായി. കാര്യമായിട്ട് തകർച്ച വന്ന സ്റ്റോക്കുകളൊന്ന് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ എന്ന് പറയുന്ന സ്റ്റോക്കിൽ 8% ഡൗൺ ഉണ്ടായി. അതുപോലെ പൂനാവാല ഫിൻകോർപ്പിൽ 5% ഒരു ഇടിവുണ്ടായി. അതുപോലെ ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് ആ ഒരു സ്റ്റോക്കിൽ 4.4% ഒരു ഡൗൺ ഉണ്ടായി. അതുപോലെ നവാഭാരത് വെഞ്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫെറോ അലൈ മാനുഫാക്ചറിങ് കമ്പനിയിലും ആ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതുപോലെ കോൾഗേറ്റ് പാമലീവ് എന്ന സ്റ്റോക്കിലും ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 4% അടുത്തുള്ള ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റിൽ മൊത്തത്തിൽ ഒരു ഗോൾഡ്മാൻ സാക്സ് നടത്തിയിട്ടുള്ള ഒരു പരാമർശം, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണിനെ സെൽ റേറ്റിംഗ് കൊടുത്തതാണ് ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു തകർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഫാർമ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലും ഇത് കൂടാതെ ടെലികമ്മ്യൂണിക്കേഷൻസ് സെഗ്മെൻറ്റിലും ചെറിയൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഭാരതി എയർടെല്ലിൽ നല്ലൊരു മൂവ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഫാർമ സെക്ടറിലെ ഈ ഒരു റാലിക്ക് കാരണമായിട്ട് പറയുന്നത് ഒന്ന് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു ഡീവാലുവേഷൻ അത് ആക്ച്വലി ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിൽ പോസിറ്റീവായിട്ടാണ് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് അദ്ദേഹം ചൈനയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യൻ ഫാർമ സെക്ടറിനെ കാണുന്നത് കൊണ്ടും തീർച്ചയായിട്ടും അവിടെ ഇന്ത്യൻ ഫാർമ സെക്ടർ കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടാൻ പോകുന്നില്ല എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഫാർമ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു ഫാർമ സെക്ടറിൽ ധാരാളം ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നാറ്റ്കോ ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്ക് 1376 എന്ന പ്രൈസിലാണ് അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 16% ഇപ്പോൾ കറക്റ്റഡ് ആണ്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 12% മാത്രമാണ്. ഇൻഡസ്ട്രി PE 34 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. 30% ഒരു ROCയും
അതുപോലെ 25% ROE കാണിക്കുന്ന ശക്തമായ ഫണ്ടമെന്റൽസ് ഉള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും. അതുപോലെ ഇതിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.03 മാത്രമാണ്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ 6% ഹോൾഡിംഗും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ 17% ഹോൾഡിംഗും ഈ സ്റ്റോക്കിലുണ്ട്. ഇതിന്റെ ക്വാർട്ടർലി റിസൾട്ടുകളെല്ലാം പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ 3 വർഷത്തെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് 18%, ട്രെയിലിംഗ് 12 മന്ത്സിന്റെ 74% ആണെന്ന് കാണാൻ കഴിയും. 3 ഇയേഴ്സിന്റെ പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 49%, ട്രെയിലിംഗ് 12 മന്ത്സിന്റെ 72% ആണെന്നും കാണാൻ കഴിയും. അപ്പോൾ നല്ല ഒരു ബിസിനസ് ഇംപ്രൂവ്മെന്റ് മൊത്തത്തിൽ ഈ കമ്പനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റഡാറിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് സിപ്ല എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു സ്റ്റോക്ക് കറണ്ട് പ്രൈസ് 1530 അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 10% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26.8, ഇൻഡസ്ട്രി PE 34, ROC 22.8, ROE 16.8. മോശമല്ലാത്ത ഒരു ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കാണ് ഇത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 28% ഹോൾഡിംഗ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 24% ശക്തമായ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഇതിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ പോസിറ്റീവായിരുന്നു. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.02 മാത്രമാണ്. 3 വർഷത്തെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് 16%, ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 27%. അതുപോലെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് CAGR 14%, ലാസ്റ്റ് ഇയറിൻ്റെ 17%. ശക്തമായ ബിസിനസ് വളർച്ച കാണിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് സിപ്ല. ഇതുപോലെ സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക്, ഇതിൻ്റെ കറണ്ട് പ്രൈസ് 966, അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് നല്ലപോലെ കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണിത്. 27% ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിലുണ്ടായിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 22, ഇൻഡസ്ട്രി PE 34 നമുക്കറിയാം. ROC 22, ROE 20 കാണിക്കുന്ന നല്ല ഫണ്ടമെന്റൽസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 7%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 10% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഇതിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടുകളിൽ പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. 37% ഡൗൺ ആയിരുന്നു. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 15% ഡൗൺ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഒരു സെയിൽസ് CAGR 11% ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ അത് 14% ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 18%, ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 37% നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ കഴിഞ്ഞ ക്വാർട്ടറിലുണ്ടായ നേരിയ ഡിപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഹിസ്റ്റോറിക്കലി നല്ലതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.01% മാത്രമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ ധാരാളം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഫാർമ സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ നിങ്ങൾ ആ കാര്യത്തിൽ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്നത്തെ മാർക്കറ്റിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ CNG നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ക്ഷാമം മൊത്തത്തിൽ രാജ്യം നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഈ CNGയിൽ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഡൽഹി പോലെയുള്ള മേജർ സിറ്റികളിൽ വലിയ തോതിലുള്ള പൊല്യൂഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സിറ്റികളിൽ ഈ CNG ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന വെഹിക്കിളുകൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ഈ CNG ഉപയോഗിച്ചുകൊണ്ടുള്ള പാസഞ്ചർ വെഹിക്കിളുകളുടെ ഡിമാൻഡ് ഇന്ത്യയിൽ മൊത്തത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഡിമാൻഡിന് ആനുപാതികമായിട്ടുള്ള സപ്ലൈ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ CNGയുടെ പ്രൈസ് കൂടാനുള്ള സാധ്യത മൊത്തത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞത് തന്നെ ഇതിൻ്റെ ധാരാളമായിട്ടുള്ള ഇമ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ് പോലെയുള്ള ഗ്യാസ് കമ്പനികൾ ഇമ്പോർട്ടിനെ കൂടുതലായിട്ട് ആശ്രയിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് വർദ്ധിക്കാനുള്ള സാധ്യതയുമാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ലൈം ലൈറ്റിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ 9ഓളം സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതിൽ അദാനി ടോട്ടൽ ഗ്യാസ് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ ലോ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ PE 127 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അദാനിയുടെ ഒരു ബിസിനസ് ഗ്രോത്ത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേപോലുള്ള ഒരു പെർഫോമൻസ് മറ്റ് ഗ്യാസ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 13 മുതൽ 50% വരെ ഒരു കറക്ഷനാണ് പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയാം. എന്നാൽ ഇവിടെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസിൽ 6% വർധനവുണ്ടായിരുന്നു. പക്ഷേ പ്രോഫിറ്റിൽ 19% ഒരു ഇടിവുണ്ടായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അത് 7% സെയിൽസ് വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 5% വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ROC 28.8, ROE 21.8 മോശമല്ലാത്ത ഫണ്ടമെന്റൽസ് ഈ സ്റ്റോക്കിലുണ്ട്. കൂടാതെ ഇതിൻ്റെ സ്റ്റോക്ക് PE ഇപ്പോൾ 14.3 മാത്രമാണ്. അതുപോലെ ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 42% ഈ സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 19% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 23% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിലുണ്ട്. അതുപോലെ ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.01 ഉള്ള ഒരു സീറോ ഡെറ്റ് കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 328. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് അപ്പായിട്ടുള്ള സ്റ്റോക്കാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ ഈ CNG ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സിനനുസരിച്ചിട്ട് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.